ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ആൻറ്റീസ് കിച്ചൺ. ഓണമായിട്ട് നമുക്ക് അടിച്ചാപ്പൊളി സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാറിന് വേണ്ട മത്തൻ, കുമ്പളം, ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായ, കക്കരിക്ക, മറ്റു പച്ചക്കറികൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് 1/4 കപ്പ് എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ 2 വിസിലടിപ്പിക്കാം. പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറികൾ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ മാറ്റി വെക്കണം കേട്ടോ. പരിപ്പ് വേവിച്ച പോലെ തന്നെ ഈ പച്ചക്കറി കഷ്ണങ്ങളും 2 വിസിലടിപ്പിക്കാം. കുക്കറിൽ നിന്നും ആവി പുറത്തു പോയി കഴിഞ്ഞാൽ മാത്രം മൂടി തുറന്നാൽ മതി ട്ടാ. വേറെ ഒരു ഉരുളിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5 or 6 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 സവാള അരിഞ്ഞതും ചേർക്കാം. എല്ലാം ഒന്ന് വാടിയാൽ മതി ട്ടാ. പിന്നെ ഉണക്കമുളകും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞാൽ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ചധികം സാമ്പാർ പൊടിയും ചേർത്ത് വറുത്തെടുക്കാം. വറുത്ത് വന്നതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച വാളൻപുളി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എല്ലാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഒരൽപ്പം കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അല്പം കൂടി ഉപ്പ് ചേർക്കാം. ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കണം. തിളച്ച് കഴിഞ്ഞാൽ നെയ്യും ചേർത്താൽ അടിച്ചാപ്പൊളി സാമ്പാർ ഇവിടെ റെഡി. ചൂട് ചോറിലേക്ക് ഒഴിച്ച് കഴിച്ചോളൂ ട്ടോ. ഇതുപോലുള്ള റെസിപ്പിക്ക് ആൻറ്റീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. വീഡിയോ സ്കിപ്പ് ആവാതെ കാണണേ. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമലൈക്കും.